Yes, welcome to a new episode of Accounting Academy. It's me, Surendra Betrupara, speaking to you. Today's topic is IRR, Internal Rate of Return. IRR, Internal Rate of Return. What is this internal rate of return? Internal rate of return, it is the discount rate which equals the present value of cash inflow with the present value of cash outflow. It is that discount rate which is derived from within the concern which equals the present value of cash inflow with the present value of cash outflow. In other words, internal rate of return, it is that rate of return of a project at which NPV becomes 0. Net present value of the project becomes 0. Then how to calculate this internal rate of return? Two ways are there. Two ways are there for the calculation of internal rate of return. Number one, calculation of internal rate of return when annual cash inflows are equal or even. When annual cash inflows are equal or even, so that is the first case. And second case, second way, when annual cash inflows are uneven or unequal. എന്ന് വെച്ചാൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് തുല്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്നാമത്തെ വർഷം 2 ലക്ഷം, രണ്ടാമത്തെ വർഷം 2 ലക്ഷം, ഇങ്ങനെ തുടർച്ചയായിട്ട് 5 വർഷമാണ് ലൈഫ് പീരീഡ് എങ്കിൽ ആ വർഷം മുഴുവനായിട്ടും 2 ലക്ഷം രൂപ ആയിട്ടാണ് ഇൻഫ്ലോ വരുന്നതെങ്കിൽ ഓക്കെ, കാൽക്കുലേറ്റ് IRR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതല്ലെങ്കിൽ മാറി മാറി വരുന്ന ഇൻഫ്ലോസ് ആണെങ്കിൽ അവിടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സി ഇൻ ദ ഫസ്റ്റ് കേസ്, ആദ്യത്തെ കേസ് എന്താ പറയുന്നത്? വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈവൻ ഓർ ഈക്വൽ ആയിട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സ്റ്റെപ്പ് നമ്പർ 1, കാൽക്കുലേറ്റ് പേ ബാക്ക് പീരിയഡ്. പേ ബാക്ക് പീരിയഡ് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ പേ ബാക്ക് പീരിയഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 5 കിട്ടിയെന്ന് വിചാരിച്ചു. പേ ബാക്ക് പീരിയഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പേ ബാക്ക് പീരിയഡ് can be calculated by using a formula. Payback period is equal to original investment, initial investment divided by annual cash inflow. ഇൻവെസ്റ്റ്മെന്റിനെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഒരു ഫിഗർ കിട്ടും. ആ ഫിഗർ ആണ് പേ ബാക്ക് പീരിയഡ് എന്ന് പറയുക. ഓക്കെ, ആ പേ ബാക്ക് പീരിയഡ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ അത് കിട്ടിയത് 5 ആണെങ്കിൽ, പേ ബാക്ക് പീരിയഡ് 5 ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടൈം എത്രയാണെന്ന് നോക്കുക. ആ പ്രോജക്റ്റിന്റെ എൻറ്റയർ ലൈഫ് പീരിയഡ് എത്രയാ? അത് 6 വർഷമാണെങ്കിൽ, പ്രോജക്റ്റിന്റെ ലൈഫ് പീരിയഡ് 6 വർഷമാണെങ്കിൽ 6th ഇയറിൽ ഈ 5 ആനുറ്റി ടേബിളിനകത്ത് എവിടെയാണ് കിടക്കുന്നത് നോക്കുക. So second step it is refer your annuity table. Okay, present value annuity table. Annuity table എടുക്കുക. എന്നിട്ട് അതിനകത്ത് 6ാമത്തെ വർഷത്തിൽ ഈ 5 എവിടെയാണ് കിടക്കുന്നത്? ഈ ആനുറ്റി ടേബിളിനകത്ത് ഡിഫറെന്റ് പെർസെൻറ്റേജസ് തന്നിട്ടുണ്ടാവും. ഈ പെർസെൻറ്റേജസിനകത്ത് 5 വാല്യൂ വരുന്ന, 6ാമത്തെ വർഷത്തിൽ 5 വാല്യൂ വരുന്ന പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കുക. എക്സാക്ട് 5 ആയിട്ട് എവിടെയും കാണില്ല. അപ്പൊ ഒരുപക്ഷെ അത് 4.9 ആവാം, 5.1 ആവാം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഡിഫറെന്റ് പെർസെൻറ്റേജസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ 4.9നും 5.1നും ഇടയിൽ എവിടെയോ ആണ് ഈ 5 വരുന്നത്, 5 വരുന്നത്. അപ്പൊ ആ 5 അക്യുറേറ്റ് ആയിട്ട് പെർസെൻറ്റേജ് കിട്ടിയില്ല എങ്കിൽ ചെയ്യേണ്ടത് ആ പെർസെൻറ്റേജ് രണ്ടും എടുക്കുക. അത് ഒന്ന് 8% മറ്റൊന്ന് 10% ആണ് തന്നിരിക്കുന്നതെങ്കിൽ 8% എടുക്കുക. സോ ദാറ്റ് ഈസ് ലോവർ റേറ്റ് ആൻഡ് 10% ഇറ്റ് ഈസ് ഹയർ റേറ്റ്. ഈ 2 റേറ്റും എടുക്കുക. ആ 2 റേറ്റും എടുത്തിട്ട് അതിനെ നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. IRR കാൽക്കുലേറ്റ് ചെയ്യേണ്ട മാർഗം പിന്നീട് ഇങ്ങനെയാണ്. Interpolate the formula by interpolate the data by using a formula, that is IRR is equal to L1 plus P1 minus Q divided by P1 minus P2 into D. So it is the formula used for the calculation of IRR. IRR is equal to L1 plus P1 minus Q divided by P1 minus P2 into D. So where L1 is equal to lower rate. L1 is equal to lower rate. L1 is equal to lower rate. P1 is equal to value, present value at lower rate. At lower rate. Total value at lower rate. Then P2 is equal to value at higher rate. At higher rate. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്ത് 8 ലോവർ റേറ്റും 10 ഹയർ റേറ്റും ആയിരിക്കും. അപ്പൊ അവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതാണ് അപ്പം കിട്ടുന്നതാണ് വാല്യൂ അറ്റ് ഹയർ റേറ്റ്. ദെൻ നെക്സ്റ്റ്
Q is equal to initial investment. Then D is equal to difference in rate. Difference in rate എന്ന് വെച്ചാൽ ലോവർ റേറ്റും ഹയർ റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ 8% 10% ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് 2% ആണ്. സോ അതാണ് ഡിഫറൻസ്. ബൈ യൂസിങ് ദിസ് ഫോർമുല we can calculate the IRR. L1 plus P1 minus Q divided by P1 minus P2 into D. Okay. ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്കൊരു പ്രോബ്ലത്തിലൂടെ നോക്കാം. യെസ്, എ പ്രോബ്ലം നൗ. ഓക്കെ. Yes, problem. Illustration number 13. Look at illustration number 13 now. Okay. DC Limited has a project proposal costing rupees 1 lakh, expecting annual cash inflow of 25,000 rupees for the next 6 years. Compute IRR. ചെറിയൊരു പ്രോബ്ലം ആണ്. DC Limited has a project proposal costing rupees 1 lakh. 1 ലക്ഷം രൂപയാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. Therefore, Q is equal to 1 lakh rupees. Initial investment. Expecting annual cash inflow of 25,000 rupees. Okay. Initial cash inflow എന്ന് പറയുന്നത് 25,000 രൂപയാണ്. Inflow. Okay. For the next 6 years എന്ന് വെച്ചാൽ the total life period of the project it is 6 years. 6 വർഷമാണ് ഇതിൻ്റെ ലൈഫ് പീരിയഡ്. കമ്പ്യൂട്ട് IRR. എങ്ങനെയാണ് IRR കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ. ഈ IRR ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ടേബിൾ ഉണ്ടാവണം. സോ ദിസ് ഈസ് പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ടേബിൾ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇയേഴ്സ്, ഫസ്റ്റ് കോളം ഫോർ ഇയേഴ്സ്, സെക്കൻഡ് കോളം ഫോർ 5%, 6%, 8%, ഇങ്ങനെ ഡിഫറെൻറ്റ് പെർസെൻറ്റേജസിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി 1, 2, 3, 4, 5 അങ്ങനെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് ആർക്ക് വേണം. ഓക്കെ. അപ് ടു 20 വർഷം വരെ തന്നിരിക്കുന്നുണ്ട്. ഇതിലെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 10% എക്സാമ്പിളായിട്ട് എടുക്കാം നമുക്ക്. 10% എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ ഒന്നാമത്തെ വർഷത്തിൽ ഒരു വർഷം കഴിയുമ്പോൾ 1 രൂപയ്ക്ക് 1 വർഷം കഴിയുമ്പോൾ 1 രൂപ ഉണ്ടാകുന്ന 1 രൂപ ഇന്നത്തെ എത്ര പൈസ എന്നാണ് ഇതിനകത്ത് നോക്കുക. ഓക്കെ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അറ്റ് 10% 0.909 ആയിരിക്കും പിന്നെ 10% ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വർഷത്തെ 1 രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 0.909 റുപ്പീസ് ആയിരിക്കും, അല്ലെങ്കിൽ 90.9 പൈസ ആയിരിക്കും. രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ അത് 0.826 ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് നമുക്ക് കണ്ടതാണ്. പക്ഷേ ഇവിടെ പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ടേബിളിനകത്ത് 10% നോക്കുമ്പോൾ രണ്ടാമത്തെ വർഷത്തിൽ 1.736 എന്ന് കാണും. എന്ന് വെച്ചാൽ അത് ക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ 0.909 പ്ലസ് 0.826 ഇസ് ഈക്വൽ ടു 1.736. അങ്ങനെ ക്യുമുലേറ്റ് ചെയ്തു പോകുന്ന ഒരു ടേബിളാണ് പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ടേബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ 5 ആണ് പേ ബാക്ക് പീരീഡ് കിട്ടിയതെങ്കിൽ 6ാമത്തെ വർഷത്തിൽ 5 എവിടെയാണ് കിടക്കുന്നതെന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കണം. 6ാമത്തെ വർഷം എടുക്കുക. എന്നിട്ട് അതിന് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ 5.076 എന്ന് കാണും 5%. രണ്ടാമത്തത് 4.917 എന്ന് കാണും. എന്തായാലും 5 കാണില്ല അവിടെ. 5 കാണാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 നമുക്ക് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ. അതാണ് നമുക്ക് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 5 ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 5ന് മുകളിലുള്ള ഒരു ഫിഗർ എടുക്കുക. 5ന് മുകളിലുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ 5.076, അത് 5%. ഇനി 5ന് താഴെയുള്ള ഫിഗർ 4.917, അത് 6%. എന്ന് വെച്ചാൽ IRR ഈ 5നും 6നും ഇടയിലാണ് എന്നാണ് അർത്ഥം. 5നും 6നും ഇടയിലാണ്. കാരണം 5% 5ന് മുകളിലേക്ക് വരുന്നു, 6% 5ന് താഴേക്ക് വരുന്നു. 5 കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇവിടെ ലോവർ റേറ്റ് എന്ന് പറയുന്നത് 5%, ഹയർ റേറ്റ് എന്നുള്ളത് 6%. ഇത് വെച്ചിട്ടാണ് ആ പീരിയഡിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ടേബിൾ. യെസ്, വെൽക്കം ബാക്ക്. നമുക്ക് എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 പറഞ്ഞിരിക്കുന്നു, പേ ബാക്ക് പീരിയഡ്. പേ ബാക്ക് പീരിയഡ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ.
Initial investment it is given in your question as rupees 1 lakh. 1 lakh ആണ് initial investment. Divided by 25,000 it is the annual cash inflow. Therefore, payback period is equal to 4. 4 ആണ് payback period. എന്ന് വെച്ചാൽ 4 വർഷം കൊണ്ടാണ് നിങ്ങളുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നതാണ്. അപ്പോൾ പേബാക്ക് പീരീഡ് 4 ആണ്. ഇവിടെ തീർന്നില്ല. IRR അടുത്തത് എന്താ ചെയ്യുന്നത്? ഈ 4 പ്രസന്റ് ആനുറ്റി ടേബിളിനകത്ത്, വാല്യൂ ആനുറ്റി ടേബിളിനകത്ത് എവിടെയാണ് കിടക്കുന്നത് നോക്കുക. ഫോർ ദാറ്റ് പർപ്പസ് റെഫർ ദ പീരിയഡ് ഓഫ് യുവർ പ്രോജക്റ്റ്. അതിന്റെ ലൈഫ് പീരീഡ് നോക്കുക. അതിന്റെ ലൈഫ് പീരീഡ് 6 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ കോളം 6 ഇയറിൽ നോക്കുക. 6 ഇയറിൽ ഈ 4 എവിടെയാണ് കിടക്കുന്നത്? ഞാൻ നേരത്തെ എക്സാമ്പിളിൽ 5 ആണ് പറഞ്ഞത്. ഇവിടെ 4 എവിടെയാണ് കിടക്കുന്നത് നോക്കുക. 4 ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇയർ 6നകത്ത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോവുക. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പോയിന്റ് കിട്ടുന്നത് 4.111 എന്ന് കിട്ടും. അതിനുശേഷം നെക്സ്റ്റ് ഫിഗർ കിട്ടുന്നത് 3.998 എന്നാണ്. 4.111 ആൻഡ് 3.998 ഇങ്ങനെ 2 ഫിഗറാണ് കിട്ടുന്നത്. 4 കിട്ടില്ല. എന്ന് വെച്ചാൽ ഒന്ന് 4ന് മുകളിലാണ്, മറ്റൊന്ന് 4ന് താഴെയാണ്. അപ്പൊ ഈ 4ന് മുകളിലും താഴെ ഉള്ളത് അത് നേരെ മുകളിലേക്ക് നോക്കുക. 4.111 എന്നുള്ളതിന് മുകളിൽ നോക്കുക. അവിടെ പെർസെൻറ്റേജ് 12% എന്ന് കാണും. ദെൻ അടുത്തത് 13%ലാണ് 3.998 കാണുക. ഓക്കെ, 13%ലാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത് 12നും 13നും ഇടക്കാണ്. ഓക്കെ, സോ ഇറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ 12% ആൻഡ് 13%. ഇതിനിടയിലാണ് നിൽക്കുന്നത്. അപ്പൊ ആക്യുറേറ്റ് IRR എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ആദ്യം എഴുതി വെക്കും. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റെപ്പ് റെഫർ ചെയ്യുന്നതാണ്. ഇങ്ങനെ ആനുറ്റി ടേബിൾ റെഫർ ചെയ്യുന്നതാണ്. അങ്ങനെ റെഫർ ചെയ്യുന്ന സമയത്ത് ദ നിയറസ്റ്റ് വാല്യൂസ് ആർ വാല്യൂസ് 4.111 at 12% and 3.998 at 13%. ഇങ്ങനെ 2% ആണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഇതിന്റെ ടോട്ടൽ വാല്യൂ കാണുക എന്നുള്ളതാണ്. സി പ്രസന്റ് വാല്യൂ കാണുക. തേർഡ് സ്റ്റേജ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റ് ദ പ്രസന്റ് വാല്യൂ. പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 5 വർഷത്തേക്കാണ് ഇത് 6 ഇതിനകത്ത് ലൈഫ് ടൈം കൊടുത്തിട്ടുണ്ടാവും. ആ ലൈഫ് ടൈമിനകത്താണ് 6 വർഷമാണ്. 6 വർഷത്തേക്കാണ് 4.111 വരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് വാല്യൂ അറ്റ് 12% ഈസ് ഈക്വൽ ടു എത്രയാണ് നിങ്ങളുടെ ഇൻഫ്ലോ? 25,000 into 4.111. Then present value at 13% is equal to 25,000 inflow വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3.998. So here it is equal to 25,000 into 4.111 is equal to 1,02,775. 1,02,775. And here it is 99,950. 99,950. Okay. 1,02,775 നോക്കുന്നത് 1 ലക്ഷമാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ ഇവിടെ ആ ഇൻവെസ്റ്റ്മെന്റിന് മുകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, 1,02,000 2,775 രൂപ അധികമായിരിക്കുന്നു. എന്ന് വെച്ചാൽ 12% IRR കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്രയായിരിക്കണം ഇൻവെസ്റ്റ്മെന്റ്. 1 ലക്ഷമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിലേക്ക് പോയി. അപ്പൊ അത് കറക്റ്റ് അല്ല. 12% കറക്റ്റ് അല്ല. ഇനി 13% ആണെങ്കിലോ 3.99 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 99,950 50 രൂപയുടെ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് 1 ലക്ഷം ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പെർസെന്റേജ് എത്രയാണ്? സോ ദിസ് പെർസെന്റേജ് IRR ലൈസ് ഇൻ ബിറ്റ്വീൻ 12% ആൻഡ് 13%. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്യുന്നു. ആ വാല്യൂസിനെ ഇന്റർപോളേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്റർപോളേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ റേറ്റ് കിട്ടുക അതായിരിക്കും നിങ്ങളുടെ IRR. സോ ഹിയർ IRR is equal to L1 plus P1 minus Q divided by P1 minus P2 into D. L1 lower rate 12% plus P1 is equal to present value at a lower rate. Present value at a lower rate is equal to 1,02,775.
minus 1 lakh. Q is equal to initial investment 1 lakh divided by 1 lakh 2775 minus P2 present value at higher rate 13% higher rate ആണ് ഇതിലുള്ള present value അതിനേക്കാളും കുറയും 99,950 into difference of these two rates 12 13 തമ്മിലുള്ള വ്യത്യാസം 1% ആണ് into 1 that is equal to 12 plus 1,02,775 minus 1 lakh is equal to 2,775 divided by 1,02,775 minus 99,950 that is equal to 2,725 2,825 into 1 that is equal to 12 plus 0.98 is equal to 12.98%. So IRR is equal to 12.98%. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താണ് നിങ്ങളുടെ പേ ബാക്ക് പീരിയഡ്. ആ പേ ബാക്ക് പീരിയഡ് പ്രസന്റ് വാല്യൂ ആന്വിറ്റി ടേബിളിനകത്ത് നോക്കുക. പ്രസന്റ് വാല്യൂ ആന്വിറ്റി ടേബിളിനകത്ത് എത്ര വർഷമാണ് ലൈഫ് പീരിയഡ് നോക്കുക. ലൈഫ് പീരിയഡിന് റൈറ്റ് സൈഡിലേക്ക് നിങ്ങളുടെ പേ ബാക്ക് പീരിയഡ് എവിടെയാണ് കിടക്കുന്നത് നോക്കുക. അത് കിടക്കുന്നത് എന്തായാലും 2 പെർസെൻറ്റേജസിലായിരിക്കും ആ പ്രസന്റ് വാല്യൂ കിടക്കുക. ഒന്ന് കൂടുതലുണ്ടാവും, ഒന്ന് കുറവുണ്ടാവും. ഓക്കെ, ആ 2 വാല്യൂ പെർസെൻറ്റേജസ് എടുക്കുക. ആ പെർസെൻറ്റേജസിൽ ഇൻഫ്ലോസ് വെച്ചിട്ട് അതിന്റെ റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ ആ ഫിഗർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതായിരിക്കും ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് പ്രസന്റ് വാല്യൂ അറ്റ് ദാറ്റ് റേറ്റ്. ഓക്കെ, 2 റേറ്റും കാണുക. എന്നിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് L1 plus P1 minus Q divided by P1 minus P2 into D ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ അത് സോൾവ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എക്സാക്ട് ആൻസർ 12.98ലേക്ക് നിങ്ങൾ എത്തിച്ചേരും. So this is IRR. This rate it is derived from within the enterprise. That rate it equates the present value of inflow with the present value of outflow. So this is IRR when cash inflows are even or equal. Okay, thank you.